കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ ഇമ്പമായിട്ട് തോന്നിയത് കൊണ്ടല്ലയോ നമ്മൾ പാപം ചെയ്യുന്നത്? മറ്റുള്ളവരുടെ വസ്തുവകൾ എന്താണ് മറ്റു വിധമായിരിക്കുന്ന ഇമ്മോറാലിറ്റികൾ, ഇതെല്ലാം കണ്ണിന്റെ ഇമ്പകരമായിരിക്കുന്ന കാര്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴേ പ്രിയപ്പെട്ട കാണാത്തതും ഇന്നേ വരെ എന്താണ് നമ്മുടെ ഹൃദയത്തിൽ തിരിച്ചെടുത്താൻ കഴിയാത്തതുമായിരിക്കുന്ന സൗന്ദര്യപൂർണ്ണമായിരിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ലോകത്തിന്റെ ഏത് കഷ്ടങ്ങളും മാറ്റുന്ന, ഈ ലോകത്തിന് ഈ ജനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന വേദനകളിൽ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു മനോഹരവും ഉദാത്തവും സൗന്ദര്യപൂർണ്ണമായിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെവിടെയാണ് പ്രിയപ്പെട്ട? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വെളിപ്പെട്ടു വന്നതാണ്. അത് എവിടെ? ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിലും ആ ഗോൽഗോഥ മലമുകളിലും ആകാശത്തിനും ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ നടുവില് 3 ക്രൂശ് നട്ടിയിരിക്കുന്നു. അതിന്റെ നടുവില് ഒരു ക്രൂശില് കൈകാലുകളാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട്, ആണി അടിക്കപ്പെട്ടവനായിട്ട്, മുൾക്കിരീടം ചൂടപ്പെട്ടവനായിട്ട്, ശരീരം തകർക്കപ്പെട്ടവനായിട്ട് ഒരുവൻ തൂങ്ങിക്കിടക്കുന്നു. ആഹാ, ഇത്രയും സന്തോഷകരമായിരിക്കുന്ന, ഇത്രയും ആനന്ദകരമായിരിക്കുന്ന, ഇത്രയും സൗന്ദര്യപൂർണ്ണമായിരിക്കുന്ന ഒരു കാഴ്ച വേറെ ലോകത്തിലില്ല പ്രിയപ്പെട്ടത്. ലോകത്തിലുള്ള ഒന്നിനും ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സൗന്ദര്യത്തിന് അപ്പുറത്തേക്ക് കയറി ചെല്ലുവാൻ കഴിയത്തില്ല. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ അർത്ഥം? എന്താണ് ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനുള്ള സൗന്ദര്യം? പ്രിയപ്പെട്ടത്, അവിടുന്നാകുന്നു നമ്മുടെ സമാധാന നദി ഉത്ഭവിക്കുന്നത്. ഈ ഭൂമിയിലുള്ള സകല ജാതി മനുഷ്യനും പറയുന്നു സമാധാനമില്ല, സമാധാനമില്ല എന്നുള്ളതിന്റെ നിലവിളിക്ക് കാരണം എന്താണെന്നറിയാമോ? ആ ക്രൂശിലെ സ്നേഹത്തെ നീ അറിയാഞ്ഞതുകൊണ്ട്. നീ പറയുന്നത് ഞാനൊരു മുസ്ലിമാണ്, അയ്യോ ഈ യേശുക്രിസ്തുവിനൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അത് ഞങ്ങൾക്ക് കുറ്റകരമാണ്. വേണ്ട, ക്രിസ്തീയ മതവിശ്വാസികളുണ്ടല്ലോ, മർത്തോമ, കത്തോലിക്ക, അവരും പറഞ്ഞാടാ ഇതൊന്നുമല്ല, ഞങ്ങൾക്ക് പാരമ്പര്യമാണ് വലുത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവുള്ള സ്നേഹവും ആ സൗന്ദര്യം ആസ്വദിപ്പാന് പ്രിയപ്പെട്ട ക്രിസ്തീയ മതവിശ്വാസികൾ പോലും ആഗ്രഹിക്കാറില്ല. കാരണം അവരെന്താണ്? യേശു ക്രിസ്തുവിനേക്കാൾ ഉപരി അവർ പാരമ്പര്യത്തെ സ്വീകരിക്കുന്നു.